ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ആണ്. മാഗ്നറ്റോസ്റ്റാറ്റിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് സ്റ്റഡി കറന്റ്. മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് magnetic effect of steady current. Okay. Then electric current മൂലമുള്ള magnetic effect of electric current. Magnetic effect of electric current. നമുക്കറിയാം ഒരു 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 കണ്ടക്ടറിലൂടെ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ സറൗണ്ടിങ്സിൽ മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാവും. അതിന്റെ ഡയറക്ഷനും അതിന്റെ സ്ട്രെങ്ത്തും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ആയിരിക്കും. മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. when an electric current when an electric current is passed through a conductor is passed through a conductor then it produces a magnetic field around the conductor. It produces a magnetic effect around the conductor. And its strength and direction. The direction and strength of the direction and strength of this magnetic field magnetic field, the direction and strength of this magnetic field depends on the current flowing through the conductor. Depends on the current flowing through the conductor. ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് പറയുന്നത് കണ്ടക്ടർ ഏസ്റ്റഡ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. അതുകൊണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തിന്റെ യൂണിറ്റ് ഏസ്റ്റഡ് ആയത്. ദെൻ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ തരുന്നത് ബയോ സവാർട്സ് ആണ്. ഓക്കെ, നോക്കാം. ദിസ് മാഗ്നറ്റിക് എഫക്റ്റ് ഈസ് initially studied by Ørsted. എന്നാണ്.
ഒ ഇ എസ് ഒ ഇ സോറി ORESTED. ഇതാണ് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് ആയിട്ട് എഴുതുന്നത് ഏർസ്റ്റഡ്. This magnetic effect is initially studied by Ørsted and mathematical explanation is given by Biot-Savarts. Mathematical explanation is given by Biot-Savarts. ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. പിന്നെ നിങ്ങൾക്കറിയാം ഒരു സ്റ്റേഷനറി ചാർജ്, ഒരു റെസ്റ്റിലിരിക്കുന്ന ഒരു ചാർജ് മാഗ്നറ്റിക് ഫീൽഡ് തരില്ല. റെസ്റ്റിലിരിക്കുന്ന ഒരു ചാർജ് മാഗ്നറ്റിക് ഫീൽഡ് തരില്ല. കൂടാതെ നമ്മുടെ ഒരു ഫീൽഡ്, ഒരു ഏരിയ, ഒരു സ്പേസ്, ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള ഒരു സ്പേസിൽ ഒരു റെസ്റ്റിലുള്ള ചാർജ് ഉണ്ടെങ്കിലും അത് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യില്ല. ഞാൻ എന്താ പറഞ്ഞത് മനസ്സിലായോ? റെസ്റ്റിലിരിക്കുന്ന ഒരു ചാർജ് മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാവില്ല. മാഗ്നറ്റിക് ഫീൽഡ് റെസ്റ്റിലിരിക്കുന്ന ഒരു ചാർജ് തരില്ല. അതേപോലെ നമുക്കൊരു സ്പേസ് ഉണ്ട്, നമുക്കൊരു റീജിയൻ ഉണ്ട്, ഒരു റീജിയൻ ഉണ്ട്, അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഒരു സ്പേസ് ഉണ്ട്, അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ റീജിയണിൽ നമ്മളൊരു ചാർജ്, ഒരു സ്റ്റേഷനറി ചാർജ് അല്ലെങ്കിൽ ചാർജ് റെസ്റ്റിലിരിക്കുന്ന ഒരു ചാർജ് കൊണ്ടുപോയി വെച്ചാലും അവിടെ ഈ മാഗ്നറ്റിക് ഫീൽഡും ഈ ചാർജും തമ്മിൽ യാതൊരുവിധ ഇന്ററാക്ഷൻസും ഉണ്ടാവില്ല. ബട്ട് ഈ ചാർജ് മൂവ് ചെയ്യുകയാണെങ്കിൽ ദെൻ മാഗ്നറ്റിക് ഫീൽഡും ചാർജും തമ്മിൽ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവും. അതുമൂലം ഒരു ഫോഴ്സ് ഉണ്ടാവും, ഇന്ററാക്ഷൻ എനർജി ഒക്കെ ഉണ്ടാവും. ഓക്കെ. റെസ്റ്റിലിരിക്കുന്ന ഒരു ചാർജിനെ മാഗ്നറ്റിക് ഫീൽഡ്, ഇത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. റെസ്റ്റിലിരിക്കുന്ന ഒരു ചാർജിനെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും ചെയ്യില്ല. ബട്ട് ഒരു ചാർജ് മൂവ് ചെയ്യുകയാണെങ്കിൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആ ചാർജിൽ സം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സ് ഒക്കെ നമ്മൾ പഠിക്കും. പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ ഒരു മൂവിങ് ചാർജ് ആയിരിക്കും. റെസ്റ്റിലിരിക്കുന്ന ഒരു പാർട്ടിക്കിളിന്, ഒരു ചാർജ് പാർട്ടിക്കിൾസിന് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ദെൻ നമുക്ക് ബയോട്ട്-സവാർട്ട്സ് ലോയിലേക്ക് പോവാം. ബയോട്ട്-സവാർട്ട്സ് ലോ. അതിനു മുമ്പ് മറ്റേ നേരത്തെ എഴുതിയതിന്റെ കൂടെ ഒരു കാര്യം കൂടി എഴുതണം. സ്റ്റേഷനറി ചാർജ് ഡസ് നോട്ട് ഇന്ററാക്ട് വിത്ത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് കൂടി ഒന്ന് എഴുതി വെക്കണേ. സ്റ്റേഷനറി ചാർജ് does not interact with external magnetic field. Stationary charge does not interact with external magnetic field. Okay. Then Biot-Savart's law. ബയോട്ട്-സവാർട്ട്സ് ലോ എന്താ തരുന്നത്? അതെന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. നമുക്കൊരു കറന്റ് ക്യാരി, ഒരു വയറുണ്ട്.
ദെൻ അതിലൂടെ ഒരു കറണ്ട് ഐ ഫ്ലോ ചെയ്യുന്നുണ്ട്. നമുക്കൊരു പോയിന്റ് ഉണ്ട്, ഒരു 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 പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. നമ്മളൊരു ചെറിയൊരു എലമെന്റ് എടുക്കുന്നു, ഡി എൽ എന്ന് പറയുന്ന ചെറിയൊരു എലമെന്റ് എടുക്കുന്നു. ഇതുമൂലം ഈ ചെറിയൊരു എലമെന്റ്, ആ എലമെന്റിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് മൂലം പിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് പറയുന്നത്. ഈ ചെറിയൊരു എലമെന്റ് ഡി എൽ, ആ ഡി എല്ലിന്റെ സെന്ററിൽ നിന്ന് തിക്നെസ് വളരെ കുറവാണ്, ചെറിയൊരു തിക്നെസ്. അവിടെ നിന്ന് പി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ദൂരം ആർ. ദെൻ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡി എൽ എന്ന് പറയുന്ന എലമെന്റ് മൂലം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി ആണെന്ന് വിചാരിക്കുക. ദെൻ ബയോസവാർട്സ് പറയുന്നത് ഡി ബി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ, ദെൻ ഡി ബി ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ, where sin theta is the where theta is the angle between current carrying element and direction vector r cap r. ഇതാണ് നമ്മളുടെ ആറ്, വെക്ടർ ആറ്. ഇതാണ് ഡി എൽ എന്ന് പറയുന്ന ലെങ്ത് എലമെന്റ്. ദെൻ ഇതാണ് ആംഗിൾ തീറ്റ. ഓക്കെ, ദെൻ ഡി ബി is inversely proportional to the square of distance between the length element and the point. Then net magnetic field എന്ന് പറയുന്നത് proportionality constant mu0 divided by 4 pi I dl sin theta divided by r square. ഓക്കെ, ഡി എൽ എന്ന് പറയുന്നത് ഒരു വെക്ടർ ആണ്, ദെൻ അതിനൊരു ഡയറക്ഷൻ ഉണ്ട്. ഓക്കെ, ഡി ബി എന്ന് പറയുന്നത് ഒരു വെക്ടർ ആണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, mu0 divided by 4 pi. എ ക്രോസ് ബി എന്നത് എ ബി സൈൻ തീറ്റ അല്ലേ. ദെൻ നിങ്ങൾക്ക് നമ്മളുടെ തീറ്റ എന്ന് പറയുന്നത് ഈ രണ്ട് ഡയറക്ഷൻ വെക്ടർ ഡി എല്ലും വെക്ടർ ആറും തമ്മിലുള്ള ആംഗിൾ ആണ്. നമുക്ക് വെക്ടർ ആറിന്റെ ഡയറക്ഷനിലുള്ള ഡയറക്ഷൻ വെക്ടർ ആർ ക്യാപ്പ് എന്ന് വിളിക്കാം. ദെൻ നമുക്ക് ഇങ്ങനെ എഴുതാം, mu0 divided by 4 pi I into dl cross r cap. dl എന്ന് പറയുന്ന ഒരു വെക്ടർ ആണ്, r cap എന്ന് പറയുന്നത് ആറിന്റെ ഡയറക്ഷൻ വെക്ടർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ദെൻ വെക്ടർ ആർ എന്ന് പറയുന്നത് ആർ ക്യാപ്പ് അല്ലേ. ആറ് വെച്ച് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്താൽ ഇക്വേഷൻ ഇങ്ങനെ മാറും, mu0 divided by 4 pi I into dl cross vector r divided by r cube. ഈ ഇക്വേഷൻ മാത്രം മതി, വേറെ ആവശ്യമൊന്നുമില്ല. ഡി ബി ഈക്വൽ ടു mu0 by 4 pi I dl sin theta by r square. തീറ്റ എന്താണെന്ന് അറിയണം, ഡി എൽ എന്താണെന്ന് അറിയണം, ഐ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, ആറ് ഡിസ്റ്റൻസ്. ദെൻ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡിന് കിട്ടാൻ വേണ്ടി ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ്, നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈക്വൽ ടു mu0 divided by 4 pi, കോൺസ്റ്റന്റ് പുറത്തെടുത്തു, ഇന്റഗ്രൽ ത്രൂ ഔട്ട് ദ ലെങ്ത്, നമ്മളുടെ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന്റെ ലെങ്ത്, ഇന്റഗ്രൽ ഓവർ ലെങ്ത് I dl sin theta divided by r square. Then
മറ്റേ കാണാതെ പഠിക്കാം. ഓക്കെ. ദെൻ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു straight current carrying wire. Magnetic field due to straight current carrying wire. ഒരു കറണ്ട് ക്യാരിങ് വയർ ഉണ്ട്. നമ്മൾ ഇതിന്റെ ലെങ്തിനെ ഫിക്സ് ചെയ്യുവാണ്. ഇതിന്റെ ലെങ്തിനെ ഒരു എൽ എന്ന് പറഞ്ഞ ഇതിന്റെ ലെങ്തിനെ ഫിക്സ് ചെയ്യുവാണ്. ദെൻ ഇതുമൂലം എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് എ ഫ്രം സെന്റർ അല്ല, സം പോയിന്റ്, അതിന്റെ ഒരു എൻഡിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം, ആ പോയിന്റിലേക്ക് ആ ആംഗിൾ θ1ഉം അടുത്ത എൻഡിൽ നിന്നുള്ള ആംഗിൾ θ2 ആണ്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചപ്പം ഇതേപോലെ സിമിലർ ആയിട്ടുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് ലൈൻ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സംതിങ്, ഇങ്ങനെ ഒരു ലൈൻ സെഗ്മെന്റ്, ഒരു ലൈൻ തന്നിട്ടുണ്ടായിരുന്നു. ദെൻ അതിന്റെ ഒരു എൻഡിൽ നിന്ന് ഉണ്ടാക്കുന്ന ആംഗിൾ θ1, അടുത്ത എൻഡിൽ നിന്ന് ഉണ്ടാക്കുന്ന ആംഗിൾ θ2, ദെൻ θ1 θ2. ദെൻ ഇതുമൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. നമുക്ക് രണ്ടു തരം ഇലക്ട്രിക് ഫീൽഡ് കിട്ടും, ഈ പെർപെൻഡിക്കുലറും ഈ പാരലലും. അതേപോലെ തന്നെ നമുക്കിവിടെ ഈ ലൈൻ സെഗ്മെന്റ് മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഈ പോയിന്റിൽ കണ്ടെത്തണം. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ചെയ്യാം. ഓക്കെ. ഇതിന്റെ ആൻസർ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ആൻസർ ഒന്ന് ആരെങ്കിലും പറയാമോ? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് ലൈൻ, അങ്ങനെ എന്തോ ഞാൻ എഴുതി തന്നിട്ടുണ്ട്. Electric field due to a thin rod. Electric field due to a thin rod. Electric field due to thin rod. θ1 θ2 ആയിരുന്നു ആംഗിൾ. അതിന്റെ റിസൾട്ട് എന്തായിരുന്നു? നമുക്ക് രണ്ട് ഇലക്ട്രിക് ഫീൽഡ് കിട്ടും, പാരലൽ കമ്പോണന്റും കിട്ടും, പെർപെൻഡിക്കുലർ കമ്പോണന്റും കിട്ടും. ഈ പാരലൽ എന്തായിരുന്നു? ആഷിഖ് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ല, ബുക്കിലുണ്ട്. നോക്കിട്ട് പറഞ്ഞാൽ മതി. ലാംഡ ബൈ കെ ലാംഡ ബൈ ഇസഡ് cos θ1 minus cos θ2. cos θ1 minus cos θ2. ഓക്കെ, അത് പാരലൽ, ഈ പാരലൽ. Perpendicular k lambda by z sin epsilon naught z sin θ1 plus sin θ2. ഓക്കെ. ഇത് കാണാതെ അറിയണേ. ഓക്കെ, നമുക്ക് അതേപോലെ ഇവിടെയും എക്സ്പ്രഷൻ കണ്ടെത്തണം. ഇത് ഓർത്തിരിക്കാൻ ഒരു എളുപ്പമാർഗമുണ്ട്. കാരണം ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഇൻഫൈനൈറ്റ് ലോങ് ലെങ്ത് വയറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ ബൈ 2π എപ്സിലോൺ നോട്ട് ഇസഡ് ആണ്. ഇസഡ് ഈ ദൂരം, ലാംഡ ബൈ 2π എപ്സിലോൺ നോട്ട് ഇസഡ്. ഇത് നിങ്ങൾ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്, കുറെ തവണ കണ്ടിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് ലൈൻ, അത് ആർ ക്യാപ്പ് മാത്രമേ ഉള്ളൂ. ഈ എക്സ്പ്രഷൻ കിട്ടുന്ന രീതിയിൽ ഇതൊന്ന് ആലോചിച്ചെടുത്ത് വെച്ചാൽ മതി.
ഒരു ഇൻഫൈനൈറ്റ് ലോങ് ഉള്ള വയർ ആണെങ്കിൽ എന്താ സംഭവിക്കുക? θ1 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു θ2 ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് എടുക്കും. അപ്പൊ എന്ത് ചെയ്യും? ഫസ്റ്റ് പാരലൽ കമ്പൗണ്ട് 0 ആയി പോകും. കോസ് 90 സീറോ, കോസ് 90 സീറോ ആയി പോകും. ഇവിടെ പെർപെൻഡിക്കുലർ കമ്പോണന്റിൽ സൈൻ 91 പ്ലസ് സൈൻ 91 1 പ്ലസ് 1 2. അപ്പൊ ലാംഡ ബൈ 4 പൈ എപ്സിലോൺ നോട്ട് ഇസഡ് ഇൻറ്റു 2 എന്ന് കിട്ടും. ദെൻ ആൻസർ ലാംഡ ബൈ 2 പൈ എപ്സിലോൺ നോട്ട് ഇസഡ് എന്ന് കിട്ടും. അപ്പൊ ഇതൊന്ന് ഓർത്തിരുന്നാൽ മതി. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഇൻഫൈനൈറ്റ് ലോങ് വയർ അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ലോങ് ലെങ്ത് ഉള്ള റോഡ്. ഓക്കെ. ലാംഡ ബൈ 2 പൈ എപ്സിലോൺ നോട്ട് ഇസഡ്. ഓക്കെ. ദെൻ നമ്മളുടെ പ്രോബ്ലത്തിലേക്ക് വരുവാണ്. നമുക്കൊരു ലൈൻ സെഗ്മെന്റ് തന്നിട്ടുണ്ട്. L ലെങ്ത് ഉള്ള ഒരു ലൈൻ സെഗ്മെന്റ് തന്നിട്ടുണ്ട്. അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സ്റ്റക്ക് ഉണ്ടോ? ഓക്കെ. അപ്പൊ എന്താ പറഞ്ഞോണ്ട് വന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് വയർ. ഞാൻ ഇത് പറഞ്ഞപ്പോൾ മറ്റേ ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ കമ്പയർ ചെയ്താണ് പഠിക്കുന്നത്. നമ്മൾക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ഇതൊക്കെ 1-2 സാധനങ്ങൾ കണ്ടുപിടിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു അതൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് ക്യാരിയിങ് വയർ ഓഫ് ലെങ്ത് L ആണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ നേരത്തെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ തിൻ റോഡ് ഓഫ് ലെങ്ത് L കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെങ്ങനെ കണ്ടുപിടിച്ചോ അതേപോലെ സെയിം തന്നെയാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇതാണ് നമ്മൾക്ക് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്തേണ്ട പോയിന്റ് അല്ലേ, θ1 θ2. ഞാനിവിടെ ഒരു ലെങ്ത് എടുക്കുവാണ്. DL എന്ന് പറയുന്ന ഒരു ചെറിയ ലെങ്ത് എടുക്കുകയാണ്. ആ ലെങ്ത്തിന്റെ സെന്ററിൽ നിന്ന് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ട പോയിന്റിലേക്കുള്ള ദൂരം R ആണെന്ന് വിചാരിക്കുക. ദെൻ ബൈ ബയോട്ട്-സവാർട്ട്സ് ലോ DB എന്ന് പറയുന്നത്, ആ ചെറിയ DL എന്ന് പറയുന്ന ലെങ്ത് മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് μ0 ഡിവൈഡ് ബൈ 4 പൈ IDL സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ R സ്ക്വയർ R ക്യാപ്പ്. ഓക്കെ, വെക്ടർ DL എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതുക. R സ്ക്വയർ R ക്യാപ്പ് എന്നോ അല്ലെങ്കിൽ വെക്ടർ DL എന്നോ കൊടുക്കാം. ഓക്കെ. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് നമ്മൾ ഫിഗറിൽ കാണിച്ചേക്കുന്ന തീറ്റ അല്ല. ഈ തീറ്റ ഏതാന്ന് ഓർക്കുന്നുണ്ടല്ലോ, സൈൻ തീറ്റ എന്ന് പറയുന്ന തീറ്റ. കുറച്ചു മുമ്പ് വരച്ചേല് DL എന്ന് പറയുന്ന ലെങ്ത്തും നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ട പോയിന്റിലേക്കുള്ള പൊസിഷൻ വെക്ടറും തമ്മിലുള്ള തീറ്റ. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ഇതാണ് പൊസിഷൻ വെക്ടർ, ഇതാണ് DL ലെങ്ത്. അപ്പൊ ഇതായിരിക്കും തീറ്റ, ആ സൈൻ തീറ്റയിലെ തീറ്റ. ഓക്കെ. ഇത് A ആണെന്ന് തന്നിട്ടുണ്ട്, ഇത് R ആണെന്ന് തന്നിട്ടുണ്ട്. ഇതാണ് സൈൻ തീറ്റയിലെ തീറ്റ. ദെൻ സൈൻ തീറ്റനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് A/R. ഓക്കെ, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ ഓക്കെ, നിങ്ങൾ ആ ഫിഗർ വരച്ചേലേ ഒന്ന് കറക്റ്റ് ചെയ്യണം. നമ്മൾ θ1 θ2 ഇതല്ല കേട്ടോ എടുക്കുന്നത്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി θ1 θ2 ഇതായിരുന്നു എടുത്തത്. ഈ കേസിൽ നമ്മൾ θ1 θ2 ഇത് തന്നെയാണ് എടുക്കുന്നത്. ഇത് θ1, ഇത് θ2. ഓക്കെ. ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആ പോയിന്റിൽ നിന്നായിരുന്നു തീറ്റ എടുത്തത്. θ1 θ2 എടുത്തത് ആ പോയിന്റിൽ നിന്നായിരുന്നു. ഈ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ട പ്രോബ്ലത്തിൽ നമ്മൾ θ1 θ2 എടുക്കുന്നത് ഇതാണ്, DL-ഉം R-ഉം തമ്മിലുള്ള ആംഗിൾ θ1 θ2. ഓക്കെ. അപ്പൊ ഇതെന്ന് പറയുന്നത് സൈൻ θ1 ആണ്. ദെൻ സൈൻ θ1 ഈക്വൽ ടു A/R.
ഇനിയിപ്പോൾ എന്ത് ചെയ്യും? സൈന് കോസ് നമുക്ക് ഡി എല്ലിനെ കൺവേർട്ട് ചെയ്യണം. ഡി എല്ലിനെ കൺവേർട്ട് ചെയ്യണം ഡി തീറ്റയുടെ ടേംസിലേക്ക്. നമ്മളുടെ ഇവിടുത്തെ വേരിയബിൾ എന്താ? നമ്മുടെ ഇവിടുത്തെ വേരിയബിൾ ഒരു വേരിയബിൾ ആണ്. നമ്മൾ ഓക്കെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ ഇന്റഗ്രേഷൻ എന്താ, എന്തിനാ ഇന്റഗ്രേഷൻ ചെയ്യുന്നത്? സമ്മേഷൻ ഓവർ ഇൻഫൈനൈറ്റ് ടേംസ് ആണ് ഇന്റഗ്രേഷൻ. അപ്പൊ നമ്മളിവിടെ എന്താ സംഭവം ചെയ്യാൻ പോകുന്നത്? നമ്മളിവിടെ ചെറിയൊരു എലമെന്റ് എടുത്തു, ഡി എൽ എന്ന് പറയുന്ന ഒരു ചെറിയ എലമെന്റ് എടുത്തു. അതുമൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ കണ്ടെത്തി. അതിനുശേഷം അതിന്റെ ഇപ്പറയുള്ള അടുത്ത ഡി എൽ എന്ന് പറയുന്ന എലമെന്റ് എടുത്തു. അതുമൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡ് വീണ്ടും കണ്ടെത്തി. പിന്നെ വീണ്ടും ഡി എൽ അങ്ങനെ ഇതിനെ ഡി എൽ പല പല സെഗ്മെന്റ് ആക്കിയിട്ട് ഓരോന്ന് മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്തി ആഡ് ചെയ്യുവാണ്. അതാണല്ലോ ഇന്റഗ്രേഷന്റെ പർപ്പസ്. ഓക്കെ, ദെൻ നമുക്കപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഇവിടെ മുതൽ ഇവിടം വരെ. ദെൻ ഒരു അറ്റ് എ പർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഈ എലമെന്റ് ആണെന്ന് വിചാരിക്കുക. ആദ്യം കണ്ടുപിടിച്ച ഡി എൽ മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡ്, അത് കഴിഞ്ഞ് ഇവിടെ ഇങ്ങോട്ട് മാറിയല്ലോ. ഇവിടെ എന്തൊക്കെ മാറും? μ0 ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, 4π കോൺസ്റ്റന്റ് ആയിരിക്കും, I കോൺസ്റ്റന്റ് ആണ്. ഡി എൽ എന്ന് പറയുന്ന ലെങ്ത്തും അഫക്റ്റ് ചെയ്യില്ല. നമ്മൾ ചെറിയൊരു എലമെന്റ് ഡി എൽ എടുക്കും. ഇവിടുത്തെ θ1 അവിടുത്തെ θ1 സെയിം അല്ലല്ലോ. അല്ല. ഈ ആറും ഇവിടെയുള്ള ആറും സെയിം അല്ലല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കിതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ സിസ്റ്റത്തിൽ വേരിയബിൾ ഉണ്ടാവും. ഇതിലെ വേരിയബിൾസ് ഏതൊക്കെയാണ്? തീറ്റയും ആറുമാണ് വേരിയബിൾസ്. നമ്മൾ ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ വേരിയബിൾ എന്താ? എക്സ്. അതേപോലെ നമുക്ക് ഡി ബിനെ ടോട്ടൽ ഇന്റഗ്രേറ്റ് ചെയ്യണം. ആ ഇന്റഗ്രേഷന്റെ അകത്ത് കിടക്കുന്ന ടേംസിൽ വേരിയബിൾസ് എന്ന് പറയുന്നത് തീറ്റയും ആറുമാണ്. ഓക്കെ, ദെൻ നമുക്കിവിടെ രണ്ട് വേരിയബിൾ ഉണ്ടെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പാടാണ്. അത് നമ്മൾ ഒറ്റ വേരിയബിളിലേക്ക് മാറ്റണം. അങ്ങനെ ഒരു ടാസ്ക് നമുക്കിവിടെ ഉണ്ട്. അത് നമുക്ക് ചെയ്യണം. അതിന് ഞാൻ കോട്ട് തീറ്റ എടുത്തു. കോട്ട് തീറ്റ സൈന് കോസ് കോട്ട് തീറ്റ അല്ലേ? കോട്ട് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ആണ്. ഓക്കെ, ഈ ഫിഗർ ഒന്നുകൂടെ വരയ്ക്കാം. നമ്മളുടെ ടാസ്ക് നമുക്ക് ഓർമ്മയുണ്ടാവുക, നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെന്റ് ഉണ്ട്. അതുമൂലം പോയിന്റ് പിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഈ ദൂരം എ എന്നവർ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ ടാസ്ക്. നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഒരു ചെറിയൊരു എലമെന്റ് എടുത്തു, ഡി എൽ എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്തു. ആ എലമെന്റ് മൂലം ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്തി. അതാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. ഈ ദൂരത്തിന് ആർ എന്ന് വിളിച്ചു. ഞാൻ ഈ ലെങ്ത് L1 എന്ന് വിളിക്കുകയാണ്, അല്ലെങ്കിൽ ഡി എന്ന് വിളിക്കുക. എൽ എന്ന് വിളിക്കുകയാണ്. ഈ ലെങ്ത്തിനെ എൽ എന്ന് വിളിക്കുകയാണ്. ആ ടോട്ടൽ ലെങ്ത് ഡി ആക്കിക്കോ. നിങ്ങൾ ആ ടോട്ടൽ ലെങ്ത് ഡി ആക്കുക, ഇതിനെ എൽ ആക്കുക. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് അറിയോ? ഈ എ എന്ന് പറയുന്ന ആ പോയിന്റ് ഉണ്ടല്ലോ, ആ ഇന്റർസെക്ഷൻ, അവിടെ നിന്ന് എൽ ഡിസ്റ്റൻസ് അകലെ ഡി എൽ എന്ന് പറയുന്ന ചെറിയൊരു പോയിന്റ്. ഒന്നുകൂടെ ഞാൻ പറയാം. ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്തണം. ആ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താൻ വേണ്ടി ഈ ഇന്റർസെക്റ്റിംഗ് പോയിന്റിൽ നിന്ന് എൽ ഡിസ്റ്റൻസ് അകലെ ഡി എൽ എന്ന് പറയുന്ന പോയിന്റ്,
അതുമൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി. അതാണ് നമ്മളിപ്പോൾ കണ്ടെത്തി വെച്ചിരിക്കുന്നത്. ഡി ബി എന്ന് പറയുന്നത് ഇന്റർസെക്റ്റിംഗ് പോയിന്റിൽ നിന്ന് എൽ ഡിസ്റ്റൻസ് അകലെയുള്ള ഡി എൽ എന്ന് പറയുന്ന ഒരു ചെറിയ ലെങ്ത് മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് വരാം. കോട്ട് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു അഡ്ജസെന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്, എൽ ബൈ എ ആണ് കോട്ട് തീറ്റ. ദെൻ അതിൽ നിന്ന് നമുക്ക് എൽ ഈക്വൽ ടു എ കോട്ട് തീറ്റ എന്ന് എഴുതാം. ഇവിടെ നമുക്ക് എഴുതാം ഡി എൽ ഈക്വൽ ടു എ ഇൻറ്റു കോട്ട് തീറ്റയുടെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് മൈനസ് കൊസീക് സ്ക്വയർ തീറ്റ ആണ്. അപ്പം മൈനസ് എ ഇൻറ്റു കൊസീക് സ്ക്വയർ തീറ്റ ഡി തീറ്റയാണ്. ഡി എൽ കിട്ടിയല്ലേ? ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ആർ എഴുതാം. ആർ ഈക്വൽ ടു എ കൊസീക് തീറ്റ എന്ന് എഴുതാം. ആർ ഈക്വൽ ടു എ കൊസീക് തീറ്റ. ഇതിനി ഇത് രണ്ടും തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന എന്താന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഇന്റഗ്രേഷന്റെ അകത്ത് പല വേരിയബിൾസും ഉണ്ട്. അത് ഒറ്റ വേരിയബിളിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുവാണ്. തീറ്റ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്യുവാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട, ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമ്മൾ തീറ്റയിലേക്കാണ് എല്ലാത്തിനെയും മാറ്റുന്നത്. ദെൻ ഡി ബി എന്ന് പറയുന്നത് ഇന്റഗ്രൽ μ0 ഡിവൈഡ് ബൈ 4π പുറത്തെടുത്തു, ഇന്റഗ്രൽ ഐയും പുറത്തെടുക്കാലോ. ഐ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് ഇവിടെ. ഐ ഡി എല്ലിനെ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് എ കൊസീക് സ്ക്വയർ തീറ്റ ഡി തീറ്റ ഐഡിയൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ആർ സ്ക്വയർ എന്താ? എ സ്ക്വയർ കൊസീക് സ്ക്വയർ തീറ്റ. കൊസീക് സ്ക്വയറും കട്ട് ചെയ്ത് പോയി, എയും ഒരെയും കട്ട് ചെയ്ത് പോയി. ദെൻ അതൊക്കെ പുറത്തെടുത്താൽ ഇങ്ങനെ കിട്ടും, മൈനസ് μ0 ഐ ഡിവൈഡഡ് ബൈ 4π മൈനസ് μ0 ഐ ഡിവൈഡ് ബൈ 4π എ സൈൻ തീറ്റ ഡി തീറ്റ. അപ്പൊ നമ്മൾ ആ ചെറിയ എലമെന്റ് മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ ഒരൊറ്റ വേരിയബിൾ ആക്കി കൺവേർട്ട് ചെയ്തു. ഇനി എളുപ്പമാണ്, മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താൻ വേണ്ടി ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് μ0 ഐ. μ0 കോൺസ്റ്റന്റ് ആണ്, ഐ കോൺസ്റ്റന്റ് ആണ്, 4π കോൺസ്റ്റന്റ് ആണ്, എ കോൺസ്റ്റന്റ് ആണ്. ആകെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് സൈൻ തീറ്റ ഡി തീറ്റ, വിച്ച് ഈസ് ഈക്വൽ ടു μ0 ഐ ബൈ 4π എ ഇൻറ്റു ഇന്റഗ്രൽ സൈൻ തീറ്റ എന്താ? മൈനസ് കോസ് തീറ്റ അല്ലേ? ആ മൈനസും മൈനസും പ്ലസ് ആവും, കോസ് തീറ്റ. ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാ? ഞാൻ പറഞ്ഞു നമ്മളുടെ ലൈൻ സെഗ്മെന്റ്. ഇപ്പൊ ഈ ആംഗിൾ θ1, ഈ ആംഗിൾ θ2 ആണെങ്കിൽ നമ്മളുടെ ലിമിറ്റ് എന്ന് പറയുന്നത് θ1 ടു π മൈനസ് θ2 ആണ്. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ഞാനേ അതിന് രണ്ടിനെ ഒരുമിച്ച് എഴുതിയാൽ θ1, ഇത് θ1, ഇത് θ2. അത് അവിടെ π മൈനസ് θ2 എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ അത് വരും. അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഞാൻ ഇപ്പോൾ ഓർത്തിരിക്കുന്നില്ല, പക്ഷെ പുസ്തകത്തിലുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ π മൈനസ് θ2 എന്ന് പറഞ്ഞത് നിങ്ങൾ ഏതെങ്കിലും പുസ്തകം റെഫർ ചെയ്താൽ കിട്ടും. ഇപ്പൊ ലിമിറ്റ് നിങ്ങൾ θ1 ടു π മൈനസ് θ2 കൊടുക്കുക, θ1 ടു π മൈനസ് θ2, θ1 ടു π മൈനസ് θ2. നിങ്ങൾക്ക് ഇത് ഡൗട്ട്, ഇത് പുസ്തകത്തിൽ ഏതൊക്കെയോ പുസ്തകത്തിലുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും റെഫർ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കാണാൻ പറ്റും, എന്തുകൊണ്ട് ഇവിടെ π വന്നു എന്നുള്ളത്. അതായത് ലിമിറ്റ് കൊടുക്കുമ്പോൾ അവിടെ π മൈനസ് θ2 വരും. എനിക്കിപ്പോ എന്താ സംഭവിച്ചതെന്ന് എനിക്കിപ്പോ ഓർമ്മയില്ല. ഓക്കെ, ദെൻ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ എങ്ങനെ കിട്ടും? μ0 ഐ ഡിവൈഡ് ബൈ
4 pi a cos pi minus theta 2 minus cos theta 1. cos pi minus theta 2 എന്താ? എ എസ് ടി സി. പൈ മൈനസ് തീറ്റ 2 വരുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ് ആണ്. ദെൻ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും: മാഗ്നറ്റിക് ഫീൽഡ് ഈക്വൽ ടു മൈനസ് മ്യൂ 0 ഐ ബൈ 4 പൈ എ ഇൻറ്റു, ഞാൻ രണ്ട് മൈനസിനെ പുറത്തിടും, കോസ് തീറ്റ 1 പ്ലസ് കോസ് തീറ്റ 2. ഇതൊന്ന് എഴുതി വെച്ചോ. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് ക്യാരിങ് വയർ ഓഫ് ലെങ്ത് എൽ. അതിവിടെ ലെങ്ത് ഇവിടെ പ്രശ്നമല്ല. തീറ്റ 1ഉം തീറ്റ 2ഉം നോക്കിയാൽ മതി. തീറ്റ 1ഉം തീറ്റ 2 എന്ന് പറയുന്നത് നമ്മൾ എടുത്ത ലെങ്ത്തിന്റെ ഒരു എൻഡും മറ്റേ എൻഡും ആ ആംഗിൾ ആണ്. പൊസിഷൻ വെക്ടർ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ 1 തീറ്റ 2. ഇതൊന്നും ബോക്സിൽ ഇടണം. ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്, കാണാതെ പഠിക്കണം. ഇക്വേഷൻ വന്ന് ഇന്റഗ്രേറ്റ് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പൈയുടെ കാര്യം നിങ്ങൾ ഒന്ന് നോക്കണം. എനിക്ക് ആ പൈ ഓർമ്മയില്ല. നമ്മൾ ചെറിയൊരു എലമെന്റ് എടുത്തു, അതുമൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്തി. ദെൻ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താൻ വേണ്ടി ഓരോ എലമെന്റ് മൂലമുള്ള, അതായത് ചെറിയ എലമെന്റ് മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ബട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ നോക്കിയപ്പം അതിന്റെ അകത്ത് ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ഉണ്ടായിരുന്നു. ഡി എല്ലിന്റെ അകത്ത് വേരിയബിൾ തീറ്റ ആറൊക്കെ വേരിയബിൾ ആയിരുന്നു. അപ്പൊ നമുക്ക് അതിനെ ഒരൊറ്റ വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് ഞാൻ സൈൻ തീറ്റയും കോട്ട് തീറ്റയും എടുത്തു. നിങ്ങളിവിടെ സൈൻ തീറ്റ എന്ന് എഴുതിയാൽ മതി, തീറ്റ 1 എന്ന് എഴുതണ്ട. ഒരു ജനറൽ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അത്രേ ഉള്ളൂ, സൈൻ തീറ്റ. ഇപ്പൊ സൈൻ തീറ്റയും കോട്ട് തീറ്റയും എടുത്തു. ദെൻ നമ്മൾ അതിനെ തീറ്റ എന്ന് പറയുന്ന ഒരൊറ്റ വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്തു. ദെൻ അതിനെ മാഗ്നറ്റിക് ഫീൽഡ്, ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താൻ വേണ്ടി ഇന്റഗ്രേറ്റ് ചെയ്തു. ഓക്കെ. പിന്നെ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ബയോട്ട്-സവാർട്സ് ലോ ചെയ്ത് ആൻസർ കിട്ടുമ്പോൾ കിട്ടുന്ന ഈ ആൻസർ, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കാൻ പാടുള്ളൂ. ടേക്ക് മാഗ്നിറ്റ്യൂഡ് ഉള്ളി. അതൊരു ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി മാത്രമാണ്. ഇപ്പൊ ഈ മൈനസ് എന്ന് പറയുന്ന സൈൻ എടുത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ നിങ്ങളോട് ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഫോഴ്സ് നെഗറ്റീവ് ചാർജ് ആണെങ്കിലും പോസിറ്റീവ് ചാർജ് ആണെങ്കിലും ഫോഴ്സ് കണ്ടെത്തുമ്പോൾ നെഗറ്റീവ് സൈൻ നമ്മൾ എടുക്കില്ല. അതിനുശേഷം നമ്മൾ ഡയറക്ഷൻ പറയുമ്പോൾ ആ നെഗറ്റീവ് സൈൻ അതിൽ കയറി വരും. അതേപോലെ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് സൈൻ എടുക്കുന്നില്ല. മാഗ്നറ്റിക് ഫീൽഡ് ബയോട്ട്-സവാർട്സ് ലോ വെച്ച് കണ്ടുപിടിച്ചതുപോലെ നമ്മൾ കണ്ടുപിടിക്കും. അതിനുശേഷം ഇതിന്റെ ഡയറക്ഷൻ നമ്മൾ സെപ്പറേറ്റ് പറയും. അങ്ങനെയാണ് എഴുതുന്നത്. അതാണ് കുറച്ച് സേഫ് ആയിട്ടുള്ള മെത്തേഡ്. ഇങ്ങനെ എഴുതുന്നോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ രണ്ട് ഡയറക്ഷനും കൂടെ കയറി വന്ന ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. അതുകൊണ്ട് ഞാൻ ആ നെഗറ്റീവ് സൈൻ കളഞ്ഞു. ഓക്കെ. ഞാൻ ഇതിനെ, ഈ പ്രോബ്ലത്തിനെ ഒന്ന് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ പറയാം. നമ്മളിപ്പോ കണ്ടുപിടിച്ചത് പോയിന്റ് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്റെ ചോദ്യം ഇതാണ്: ഇഫ് നമ്മളിപ്പോ കണ്ടുപിടിച്ച വയർ ഉണ്ടല്ലോ, കറണ്ട് ക്യാരിയിങ് വയർ, അതിന്റെ ലെങ്ത് ഇൻഫിനിറ്റി ആണെങ്കിൽ, ഈ സൈഡിലേക്കും ഇൻഫിനിറ്റി, ഈ സൈഡിലേക്കും ഇൻഫിനിറ്റി, ഇൻഫൈനൈറ്റ് ലെങ്ത് ഉള്ള വയർ ആണെങ്കിൽ അതുമൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? അതുമൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും?
എന്റെ ചോദ്യം ഇതാണ്, നമ്മളുടെ തീറ്റ1ഉം തീറ്റ2ഉം എന്ന് പറയുന്നത് ആ ലൈനിന്റെ എൻഡിലാണ്, എൻഡുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. ഓക്കെ, നമുക്കിവിടെ തീറ്റ1ഉം തീറ്റ2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. ഇൻഫൈനൈറ്റ് ലോങ് ലെങ്ത് ഉള്ള ഒരു വയറിന്റെ തീറ്റ1ഉം തീറ്റ2ഉം നിങ്ങൾ എന്ത് കൊടുക്കും എന്നാണ് എന്റെ ചോദ്യം. എന്റെ ചോദ്യം മനസ്സിലായില്ല. റസ്ല മൈക്കൊന്ന് ഓണാക്കിയേ. റസ്ല, ഓക്കെ. പോളിനർ മൈക്കൊന്ന് ഓണാക്കിയേ. ഹലോ സർ. ഓക്കെ, എന്റെ ചോദ്യം മനസ്സിലായോ? നമ്മളിപ്പോ മാഗ്നറ്റിക് ഫീൽഡ് മനസ്സിലായി. കണ്ടെത്തി. ഒരു 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 ഫൈനൈറ്റ് ലെങ്ത് ഉള്ള ഒരു കറണ്ട് ക്യാരിങ് വയർ മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്തി. അതിന്റെ ഇക്വേഷൻ ആണ് എഴുതി വെച്ചിരിക്കുന്നത്. ഈ വയറിനെ നമ്മൾ ഇൻഫൈനൈറ്റ് ലെങ്ത് ഉള്ള വയറാക്കി മാറ്റി. അതുമൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കണ്ടെത്തണം. നമുക്ക് ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷനിൽ ആകെ ഇതൊക്കെ കോൺസ്റ്റന്റ് ആണ്. ആകെ തീറ്റ1ഉം തീറ്റ2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആ തീറ്റ1ഉം തീറ്റ2ഉം എന്തിടും ഇൻഫൈനൈറ്റ് ലോങ് ലെങ്ത് ആണെങ്കിൽ? 0 ആണോ? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആയിരിക്കും. തീറ്റ1 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആയിരിക്കും. തീറ്റ2ഉം അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആയിരിക്കും. ദെൻ തീറ്റ1 തീറ്റ2 0 എടുത്താൽ നമുക്ക് ആൻസർ എന്താ കിട്ടുക? μ0 I ഡിവൈഡ് ബൈ 0 I by 2 pi. μ0 I by 2 pi a. ഓക്കെ, അത് ഓക്കെയാണ്. ഓക്കെ, ഇതിനെ കൺവേർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇനി വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഓക്കെ, എന്നാ കൺവേർട്ട് ചെയ്യണോ വേണ്ടേ? അതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഒന്നുമില്ല, നമ്മൾ ഇപ്പൊ എഴുതിയത് ഈ രണ്ട് ആംഗിൾ വെച്ചാണല്ലോ. ഈ രണ്ട് ആംഗിൾ വെച്ചാണ് തീറ്റ1 തീറ്റ2. അത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചതുപോലെ ഈ പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ്. ഇത് ഞാൻ ആൽഫ എന്നും ബീറ്റ എന്നും വിളിച്ചാൽ കൺവേർട്ട് ചെയ്ത് എഴുതാം. കാരണം ചില പ്രോബ്ലത്തിൽ ചിലപ്പോൾ പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒന്ന് കൺവേർട്ട് ചെയ്ത് എഴുതാം. ഓക്കെ, നമ്മളുടെ ലൈൻ സെഗ്മെന്റ് ഒരു പോയിന്റ് പി, അതിലേക്കുള്ള ദൂരം എ, ഒരു എഡ്ജിൽ നിന്ന് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ1, മറ്റൊരു എൻഡിൽ നിന്ന് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ2. ഇത് 90 ഡിഗ്രി 90 ഡിഗ്രി. ദെൻ ഇതുമൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ നമ്മൾ എഴുതി. മാഗ്നിറ്റ്യൂഡ് മാത്രം μ0 by 4 pi into I, എന്തായിരുന്നു? μ0 by 4 pi into I by a into cos θ1 plus cos θ2. ഇതായിരുന്നു നമ്മളുടെ ആൻസർ. അതിൽ തീറ്റ1ഉം തീറ്റ2 ഇതായിരുന്നു. ഞാൻ ഇതിനെ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ആൽഫ ആൽഫ. തീറ്റ1ഉം ആൽഫയും തമ്മിലുള്ള റിലേഷൻ എന്താ? ഇതൊരു ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിന്റെ അകത്തുള്ള ടോട്ടൽ ആംഗിൾ തീറ്റ1 പ്ലസ് ആൽഫ പ്ലസ് 90 എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കണം. ദെൻ ഇതിൽ നിന്ന് തീറ്റ1 നമുക്ക് എഴുതാം. തീറ്റ1 ഈക്വൽ ടു 90 മൈനസ് 1 ആൽഫ. അതേപോലെ തീറ്റ2നെ നമുക്ക് അങ്ങനെ എഴുതാം, 90 മൈനസ് ആൽഫ. ഈ തീറ്റ1ഉം ഈ തീറ്റ2ഉം നമ്മളെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ദെൻ മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ ഇങ്ങനെ മാറും. μ0 divided by 4 pi I by a into cos θ1. തീറ്റ1ന് പകരം 90 മൈനസ് ആൽഫ, തീറ്റ2ന് പകരം 90 മൈനസ് ബീറ്റ. ആൽഫ ബീറ്റ രണ്ട് ആംഗിൾ ആണ്. ആൽഫ ബീറ്റ രണ്ടും സെയിം അല്ല, രണ്ട് ആംഗിൾ. 90 മൈനസ് ബീറ്റ. കോസ് 90 മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ സൈൻ ആൽഫയാണ്. അപ്പൊ നമ്മളുടെ ആൻസർ μ0 ഡിവൈഡ് ബൈ 4 pi I by a into സൈൻ ആൽഫ പ്ലസ് സൈൻ ബീറ്റ എന്ന് കിട്ടും. ഓക്കെ, ഇതൊന്നും ബോക്സിൽ കേട്ടോ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളുടെ തീറ്റ1 തീറ്റ2 നമ്മൾ എഡ്ജിൽ നിന്ന് എടുക്കുന്ന ആംഗിൾ ആയിരുന്നു, എൻഡിൽ നിന്ന് എടുക്കുന്ന ആംഗിൾ ആയിരുന്നു. ഞാൻ അതിനെ
ആ പോയിന്റ് നമുക്ക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ട പോയിന്റിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്തു ആൽഫ ബീറ്റ. ചിലപ്പോൾ നമ്മൾ എൻഡിൽ നിന്ന് എടുത്താൽ ചിലപ്പോൾ ചില പ്രോബ്ലത്തിൽ പ്രശ്നം വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാറ്റിയത്. ഓക്കെ, ചിലപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇനി എഴുതാം. ദെൻ ഇനി ഫസ്റ്റ് ആദ്യത്തത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സ്റ്റക്ക് ആയിരുന്നു ഇടയ്ക്ക്, ഇല്ലല്ലോ? ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞത് കിട്ടാത്തതുണ്ടോ? ഇല്ലല്ലോ, ഇവിടം വരെ ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. Okay, then magnetic field due to infinite long current carrying wire. ഓൾറെഡി കണ്ടെത്തിയതാണ്, ഒന്നുകൂടെ എഴുതി വെച്ചാൽ മതി. കറണ്ട് carrying wire. ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ നിന്നുള്ള ദൂരം എ. ദെൻ നമ്മൾ പൊസിഷൻ വെക്ടർ വരയ്ക്കുമ്പോൾ ഇൻഫിനിറ്റിയിലേക്ക് പോകുമല്ലേ. ഇതാണ് നമ്മളുടെ ആൽഫ, ഇതാണ് നമ്മളുടെ ബീറ്റ. ആൽഫ ഈക്വൽ ടു ബീറ്റ വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. നമ്മളുടെ എക്സ്പ്രഷൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ബി ഈക്വൽ ടു μ0 divided by 4 pi I by A into sin alpha plus sin beta ആണ്. ദെൻ വെക്ടർ ബി ഈക്വൽ ടു ആൻസർ ഇങ്ങനെ കിട്ടും. ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ μ0 I by 2 pi A എന്ന് കിട്ടും. മാഗ്നിറ്റ്യൂഡ് ആണ് ഇത്. ഇതിന്റെ ഡയറക്ഷൻ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് ഇതാണ്. ഒരു എൻഡ് ഫിക്സ്ഡ് ആണ്, മറ്റേ എൻഡ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. ഇതാണ് സെക്കൻഡ് കേസ്. ഈ ഒരു എൻഡിന് മുകളിൽ എ ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് പി. ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് കണ്ടെത്തേണ്ടത്. അതിനാൽ ഇതിന്റെ ആൻസർ പറയാവോ? ഇതിന്റെ ആൻസർ μ0 I by 4 pi A into cos theta 2 I by 4 pi A into cos sin ഒരു ആംഗിള് സൈനിൽ പറയണോ? അല്ല, രണ്ടിൽ പറഞ്ഞാലും കുഴപ്പമില്ല. സൈനിൽ പറയുകയാണെങ്കിൽ സൈൻ ബീറ്റ അല്ല സൈൻ ആൽഫ. സൈൻ ആൽഫ പ്ലസ് സൈൻ ബീറ്റ. ആംഗിൾ എന്താന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ആൽഫ എന്താ, ബീറ്റ എന്താ? ആൽഫ 0 വരും. ആൽഫ 0 വരും. ബീറ്റയോ? ബീറ്റ 90 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 90 ഡിഗ്രി. ദെൻ ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് ആൻസർ കിട്ടും. മാഗ്നറ്റിക് ഫീൽഡിന്റെ ബി ഈക്വൽ ടു μ0 I by 4 pi A. സൈൻ 0 സൈൻ 91. അപ്പൊ ഇതാണ് ആൻസർ, മാഗ്നിറ്റ്യൂഡ്. ദെൻ ഇനി നമുക്ക് ഡയറക്ഷനെ കുറിച്ച് ചിന്തിക്കാം. ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇത് നമ്മൾ പറയുന്നത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചാണ്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ.
ഒരു എക്സാമ്പിളായിട്ട് ഒരു കറണ്ട് ക്യാരിയിങ് വയർ. ഇതാണ് കറണ്ട് ക്യാരിയിങ് വയർ. നിങ്ങൾക്കറിയാം, ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് വയർ ഉണ്ടെങ്കിൽ ഇതിന് ചുറ്റും ഒരു സർക്കുലർ ഷേപ്പിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, റൈറ്റ് ഹാൻഡ് എടുക്കുക, ചുരുക്കി പിടിക്കുക, തമ്പ് സ്ട്രെയിറ്റ് ആയിട്ടും ബാക്കി 4 ഫിംഗേഴ്സ് ചുരുക്കിയും പിടിക്കുക. റൈറ്റ് ഹാൻഡ് ഇട്ടോ. ദെൻ തമ്പിന്റെ ഡയറക്ഷൻ നമ്മളുടെ കറണ്ടിന്റെ ഡയറക്ഷൻ റെപ്രസെന്റ് ചെയ്യും. നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ ബാക്കി ഫിംഗേഴ്സ് ചുരുട്ടി വെച്ചിരിക്കുന്നത് ആ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. റൈറ്റ് ഹാൻഡ് എടുക്കുക, തമ്പ് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക, ബാക്കി 4 ഫിംഗേഴ്സ് ചുരുക്കി പിടിക്കുക. തമ്പിന്റെ ഡയറക്ഷനിൽ കറണ്ടിന്റെ ഡയറക്ഷനും ബാക്കി 4 ഫിംഗേഴ്സ് ചുരുക്കി പിടിച്ചിരിക്കുന്ന ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡും എക്സ്പീരിയൻസ് ചെയ്യും. ദെൻ ഇവിടെ ഇങ്ങനെ ഒരു സർക്കുലർ ആയിരിക്കുമല്ലോ, ഈ വയറിന് ചുറ്റും ഒരു സർക്കുലർ ഷേപ്പിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഈ സൈഡ് ഉണ്ടല്ലോ, അതായത് കറണ്ട് ക്യാരിയിങ് വയറിന്റെ റൈറ്റ് സൈഡ്, ഈ സൈഡ്, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻടു ദ പ്ലെയിൻ ആയിരിക്കുമോ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആയിരിക്കുമോ? നമ്മളുടെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ റൈറ്റ് സൈഡ്, കറണ്ട് ക്യാരിയിങ് വയറിന്റെ റൈറ്റ് സൈഡ് നമ്മൾ ചുരുക്കി പിടിച്ചേക്കുക. അപ്പം ഈ സൈഡില് ഒരു ഡയറക്ഷനിലും ഈ സൈഡിൽ വേറൊരു ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. ഈ ഡയറക്ഷനിൽ എങ്ങോട്ടായിരിക്കും? ആഷിക്ക് ആൻസർ ഒന്ന് പറയോ? അതിപ്പോ എങ്ങനെ വേണമെങ്കിൽ പറഞ്ഞൂടെ, രണ്ടും ഓപ്പോസിറ്റ് ആണ്. ഞാൻ ചോദിച്ചത് ഈ സൈഡാണ്, അതായത് കറണ്ട് ക്യാരിയിങ് വയറിന്റെ ഈ സൈഡില്, ആ സൈഡിൽ എങ്ങോട്ടായിരിക്കും? നമ്മള് ഇൻടു ദ പ്ലെയിൻ. ഇൻടു ദ പ്ലെയിൻ ആയിരിക്കും. ഇൻടു ദ പ്ലെയിൻ ആയിരിക്കും. ഈ സൈഡിലോ? ഔട്ട് ഓഫ് ദി പ്ലെയിൻ. ഔട്ട് ഓഫ് ദ പ്ലെയിൻ. ഓക്കെ, ഞാൻ കറണ്ടിനെ റിവേഴ്സ് ചെയ്തു. തമ്പിന്റെ ഡയറക്ഷനിൽ ഫിംഗേഴ്സ് വെക്കുക, കറണ്ടിന്റെ ഡയറക്ഷനിൽ തമ്പ് വെക്കുക. ദെൻ നിങ്ങൾക്ക് ഈ ഡയറക്ഷനിൽ ഇൻടു ദ പ്ലെയിൻ കിട്ടും. അതായത് കറണ്ട് ക്യാരിയിങ് വയറിന്റെ റൈറ്റ് സൈഡിൽ ഔട്ട് ഓഫ് ദ പ്ലെയിനും കിട്ടും. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ, അത് ക്ലിയർ ആക്കാതെ പോകരുത്. നമുക്ക് ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മറ്റേതിൽ നിന്ന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ എഴുതുകയുള്ളൂ, എന്നിട്ട് ഇതിൽ നിന്നാണ് നമ്മൾ ഡയറക്ഷൻ പറയുന്നത്. മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കോ. ഓക്കെ, ഒരു ചോദ്യം, ജസ്റ്റ് ഒരു ചോദ്യം. ഒരു കറണ്ട് ക്യാരിയിങ് വയർ ഒരു സ്ക്വയർ ബോക്സിന്റെ ഷേപ്പിൽ വെച്ചേക്കുവാണ്. ഒരു കറണ്ട് ക്യാരിയിങ് വയർ ഒരു സ്ക്വയർ ബോക്സിന്റെ ഷേപ്പിൽ വെച്ചേക്കുവാണ്. ഇതാണ് കറണ്ടിന്റെ ഡയറക്ഷൻ. സെന്റർ, ഇവിടെ ഒരു പോയിന്റ്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ബി അറ്റ് സെന്റർ ആണ്. ഫൈൻഡ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് സെന്റർ. ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I, ഈ സ്ക്വയറിന്റെ സൈഡ് A. ഓക്കെ, ഈ പ്രോബ്ലം ഭയങ്കര എളുപ്പമാണ്. നമുക്കിവിടെ ഞാൻ പറഞ്ഞല്ലോ, സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യും. അപ്പൊ നമുക്കിവിടെ എങ്ങനെ ചെയ്യാം? ഈ ഒരു സെഗ്മെന്റ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ആ പോയിന്റിൽ കണ്ടെത്താം. ഈ ഒരു സെഗ്മെന്റ് മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താം.
മുകളിലത്തെ സെഗ്മെന്റ് മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താം, താഴത്തെ സെഗ്മെന്റ് മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താം. അങ്ങനെ 4 സെഗ്മെന്റ് ഉണ്ടാവും. ആ 4 സെഗ്മെന്റ് മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താം. എന്നിട്ട് നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താൻ വേണ്ടി എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. ഇതൊരു സ്ക്വയർ ആയതുകൊണ്ട് വേണ്ട, ഓരോന്ന് കണ്ടെത്തി ആഡ് ചെയ്താൽ മതി. ഞാൻ ഇതിനെ താഴത്തേനെ 1, ഇത് 2, ഇത് 3, ഇത് 4 എന്ന് വിളിച്ചു. 4 സൈഡ്. ദെൻ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ഫസ്റ്റ് സൈഡ് B1 എന്ന് പറയുന്നത് ഒരു ലൈൻ സെഗ്മെന്റ് മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ μ0 ഡിവൈഡ് ബൈ 4π ഇൻറ്റു I ഡിവൈഡഡ് ബൈ ഈ ദൂരം എത്രയാ, A/2 അല്ലേ, A/2 ഇൻറ്റു സൈൻ ആൽഫ പ്ലസ് സൈൻ ബീറ്റ. സൈൻ ആൽഫ പ്ലസ് സൈൻ ബീറ്റ. ഇവിടെ ആൽഫയും ബീറ്റ ഒന്നും നമുക്ക് അറിയില്ല. എന്ത് ചെയ്യും? ഇതാണ് ആൽഫ, ഇതാണ് ബീറ്റ. ആൽഫയും ബീറ്റയും നമുക്ക് അറിയില്ലല്ലേ. എന്ത് ചെയ്യും? സ്ക്വയർ അല്ലേ, നമുക്ക് 45 വരും. സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. ഇങ്ങനെ നോക്കിയാൽ മതി. ഈ സെന്ററിനെ 360 ആക്കും. 360നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 90 ആകും. നമ്മൾ ആ 90നെയാണ് രണ്ട് പകുതി ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടെ ആൽഫയും ബീറ്റയും സെയിം അല്ലേ, അതിന് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ദെൻ 90/2 45. അപ്പൊ π/4 ആണ് ഒരു ആംഗിൾ. ദെൻ സൈൻ π/4 എന്ന് പറയുന്നത് 1/√2 ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ 2 ഇൻറ്റു μ0 I/4π ഇൻറ്റു 1/√2 പ്ലസ് 1/√2 2/√2നെ നമുക്ക് 2/√2 ഈക്വൽ ടു ഇതിനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ 2√2 ഇൻറ്റു μ0 I ഡിവൈഡഡ് ബൈ 4πa. കഴിഞ്ഞില്ല, ഇത് മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കൂടി കണ്ടെത്താം. ഈ ഡയറക്ഷനിലാണ് തമ്പ് വെക്കേണ്ടത്. അപ്പൊ സെന്ററില് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആയിരിക്കില്ലേ. ഞാൻ ഔട്ട് ഓഫ് ദ പ്ലെയിനെ ഒരു കുത്തും ഒരു വട്ടവും കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? B1 കണ്ടെത്തിയതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല. ഓക്കെ, എന്നാൽ B2, B3, B4 ഒന്ന് കണ്ടെത്തുവോ? B2, B3, B4. അവിടെ ഒരു 2 ക്യാൻസൽ ആയി പോലെ നമുക്ക്. 2 × 2 4, 4 വെട്ടിപ്പോലെ. എനിക്ക് എവിടെ തെറ്റി ഇല്ലല്ലോ. അല്ല, എന്താ ഇതല്ലേ ഇത് വിട്ട്. അപ്പൊ അടിയിൽ റൂട്ട് വരും. ഓക്കെ, എങ്ങനെയാണെങ്കിലും എഴുതാം. അല്ല, ഇങ്ങനെ തന്നെയല്ലേ ആൻസർ കിട്ടുന്നത്. വേണമെങ്കിൽ 2 കട്ട് ചെയ്ത് കളയാം, അതല്ലേ ഉള്ളു. ദെൻ ഇവിടെ ഫൈനൽ ആൻസർ എന്ത് കിട്ടും? നിങ്ങൾ ഡയറക്ഷൻ ഓക്കെ, എല്ലാത്തിൻ്റെയും ഡയറക്ഷൻ ഔട്ട് ഓഫ് ദ പ്ലെയിൻ അല്ലേ. സെക്കൻഡ് സെഗ്മെന്റ് എടുക്കുമ്പോഴും ഡയറക്ഷൻ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. തേർഡ് സെഗ്മെന്റും ഫോർത്ത് സെഗ്മെന്റും ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. ദെൻ നിങ്ങൾക്ക് നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും ഡയറക്ഷൻ ഒരേപോലെയാണ്, മാഗ്നിറ്റ്യൂഡ് ഒരേപോലെയാണ്. ദെൻ 4 ഇൻറ്റു B1 ചെയ്താൽ മതി, ടോട്ടൽ ആൻസർ കിട്ടും. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, 2√2 ഇൻറ്റു μ0 I/πa ഇൻറ്റു ദ പ്ലെയിൻ. ക്വസ്റ്റ്യനിൽ ഇൻറ്റു ദ പ്ലെയിനിന് ഇപ്പൊ ഏതെങ്കിലും കോർഡിനേറ്റ് തരുവാണെങ്കിൽ, വൈന്നോ ഇസഡിനോ ഒക്കെ തരുവാണെങ്കിൽ അങ്ങനെ നിങ്ങൾ മാറ്റി എഴുതണേ. ഇതാണ് ആൻസർ, 2√2 μ0 I/πa ഇൻറ്റു ദ പ്ലെയിൻ, നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ്.
ദെൻ അടുത്തത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സർക്കുലർ കറന്റ് ക്യാരിയിങ് വയർ. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു circular current carrying wire. കറണ്ട് ക്യാരി ഓക്കെ വയർ ഓർ കണ്ടക്ടർ എന്തെങ്കിലും ആയിക്കോട്ടെ. നമുക്കൊരു സർക്കുലർ കറണ്ട് ക്യാരിങ് വയർ ഉണ്ട്. സർക്കിളാണ് ഇത്. ഓക്കെ, സർക്കിളായിട്ട് വെച്ചോ. ഇത് മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡ് അതിന്റെ സെന്ററിൽ എന്തായിരിക്കും, അതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യണം. ഒരു ചെറിയൊരു എലമെന്റ് എടുക്കണം, ഡി എൽ എന്ന് പറയുന്ന ഒരു ചെറിയ എലമെന്റ്. എന്തായാലും ഈ ഈ ഈ ഡിസ്റ്റൻസ് ഇവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും, ക്യാപിറ്റൽ ആർ ആയിരിക്കും. അതുമൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡി ബി ഈക്വൽ ടു മ്യൂ 0 by 4 pi into IDL sin theta divided by capital R square DL vector. ഇവിടെ തീറ്റ എന്ന് പറയുന്നത്, ഇവിടെ തീറ്റ എന്തായിരിക്കും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ തീറ്റയെ കുറിച്ച്? ഇതൊരു ചെറിയൊരു ലെങ്ത് എലമെന്റ് ആണ്. ഇതിന്റെ ഡയറക്ഷൻ ഈ ടാൻജന്റ് ആണ്. ടാൻജന്റും റേഡിയസ് വെക്ടറും ഞാൻ വരച്ചേക്കുന്നതിന്റെ പ്രശ്നമാണ്, കാണുമ്പോൾ തോന്നാത്തത്. ടാൻജന്റും റേഡിയസ് വെക്ടറും എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ഡി എൽ എന്ന് പറയുന്നത് നമ്മളുടെ സർക്കിളിന്റെ ഒരു ചെറിയൊരു ലെങ്ത് ആണ്. അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ ടാൻജന്റ് ആണ്. ദെൻ ടാൻജന്റും റേഡിയസ് വെക്ടറും എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ദെൻ സൈൻ തീറ്റ ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. സൈഡിൽ എഴുതി വെച്ചോ, ടാൻജന്റ് ആൻഡ് റേഡിയസ്. ഓക്കെ, ആ ടാൻജന്റും റേഡിയസും പോയി. ഈക്വൽ ടു μ0 I/4 pi sin 90 degree 1 IDL by R square. ഒരായി കൂടുതലാണല്ലേ. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യും, ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താൻ വേണ്ടി അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ്. μ0 കോൺസ്റ്റന്റ് അല്ലേ, 4 pi കോൺസ്റ്റന്റ് അല്ലേ, I കോൺസ്റ്റന്റ് ആണ്, R സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രൽ ഡി എൽ. ഇന്റഗ്രൽ ഡി എൽ ചെയ്താൽ എന്ത് കിട്ടും? റസ്ല ഉണ്ടോ? റസ്ല 2 pi r. ഓക്കെ വേണ്ട അല്ല വേണ്ട, ഒന്നുമില്ല ചോദിച്ച. ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാല് ലെങ്ത് എലമെന്റിനെ ടോട്ടൽ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇവിടെ ലെങ്ത് എലമെന്റിനെ ടോട്ടൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഈ സർക്കിളിന്റെ സർക്കംഫറൻസ് കിട്ടും. സർക്കിളിന്റെ സർക്കംഫറൻസ് എന്താ? 2 pi r. അതിന് ഡൗട്ടൊന്നും ഇല്ലല്ലോ. നമുക്ക് ചെറിയൊരു ലെങ്ത് എലമെന്റ്, ആ ലെങ്ത് എലമെന്റിനെ ടോട്ടൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ സർക്കംഫറൻസ് അല്ലേ കിട്ടേണ്ടത്. ചെറിയ ചെറിയ ലെങ്ത് എലമെന്റ് ആഡ് ചെയ്ത് ടോട്ടൽ സർക്കംഫറൻസ് ആവും 2 pi r. കട്ട് ചെയ്ത് പോകാനുള്ളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ μ0 I/2r. ഓക്കെ,
ഒരു ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻ. നമുക്കിപ്പോൾ ഇവിടെ ഒരു ഫുൾ സർക്കിളാണ് തന്നിരിക്കുന്നത്. നമുക്കേ ഒരു ഹാഫ് സർക്കിൾ തന്നാൽ എന്ത് ചെയ്യും? സെന്റർ ഒരു ഹാഫ് സർക്കിൾ ആണെങ്കിലോ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതുപോലെ തന്നെ കണ്ടുപിടിച്ചാൽ മതി. ബി ഇൻറ്റു μ0/4πr ഇൻറ്റു ഐ ക്യാപിറ്റൽ ആർ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എൽ. ഹാഫ് സർക്കിൾ ആകുമ്പോൾ ഹാഫ് ഇൻ്റഗ്രേഷൻ പോരെ? അപ്പോൾ 2πr/2 πr. ഓക്കെ. μ0I/4πr ഇൻറ്റു πr എന്ന് കിട്ടും. ആർ സ്ക്വയർ ഇല്ലേ? ഓക്കെ, ആർ സ്ക്വയർ. ദെൻ കട്ട് ചെയ്ത് പോകുമ്പോൾ μ0I/2r എന്ന് കിട്ടും. നേരത്തെ എന്താ കിട്ടിയ? μ0I/ അയ്യോ, ഇവിടെ ഇങ്ങനെ സെയിം കിട്ടിയോ? 4r. ഓക്കെ, μ0I/4r എന്ന് കിട്ടും. സെമി സർക്കിൾ ആണെങ്കിൽ. ഓക്കെ, ഒരു ക്വാഡ്രന്റ് ആണെങ്കിലോ? ഇതാണ് അവസ്ഥയെങ്കിലോ? ഇത് രണ്ടും ഇല്ല കേട്ടോ. നിങ്ങൾക്കൊരു ക്വാഡ്രന്റ് ആണെങ്കിൽ μ0I/4πr² ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എൽ. ഈ ലെങ്ത് എത്രയാ? 2πr/4 അല്ലേ ഒരു ക്വാഡ്രന്റ് ആണെങ്കിൽ. നിങ്ങൾക്ക് μ0I ഇൻറ്റു πr/2 ഡിവൈഡഡ് ബൈ 4πr² equal to μ0I ഇൻറ്റു I ഡിവൈഡ് ബൈ 8r എന്ന് കിട്ടും ഒരു ക്വാഡ്രന്റ് ആണെങ്കിൽ. നിങ്ങളോട് ഒരാൾ ചോദിക്കുവാണ്, ക്വാഡ്രന്റും കഴിഞ്ഞു. ആദ്യം നമ്മൾ ഫുൾ സർക്കിള്, പിന്നെ സെമി സർക്കിള്, ഒരു ക്വാഡ്രന്റ്. ക്വസ്റ്റ്യൻ തന്നത് ഇതാന്ന് വിചാരിക്കുക. ഓക്കെ, ഇതല്ല. ഇതാണെന്ന് വിചാരിക്കുക, ഈ ആംഗിൾ φ. ഇതുമൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ എങ്ങനെ എഴുതും? ഈ φ അറിയണം. ഓക്കെ, φ അറിഞ്ഞിട്ട് 360നെ 5 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ആ നമ്പർ വെച്ച് ചെയ്താൽ മതി. അപ്പോൾ കുഴപ്പമില്ല. ഒരു ജനറൽ കേസ് ഞാൻ പറഞ്ഞുതരാം. ഇൻ ജനറൽ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ബി ഈക്വൽ ടു μ0I ഡിവൈഡഡ് ബൈ 4πr ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എൽ ആയിരുന്നു നമുക്ക് ചെയ്യേണ്ടത്. ഇൻ്റഗ്രൽ 4π ക്യാപിറ്റൽ ആർ റേഡിയസ്. ഓക്കെ, അതിന് ഇവിടെ സ്മോൾ ആർ കിട്ടാൽ മതി. ഇപ്പൊ റേഡിയസ് എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ μ0I/4πr ഇൻറ്റു ഓക്കെ ഒരു മിനിറ്റ്, μ0I/4πr² ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എൽ ആയിരുന്നു നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ. ഈ ഡി എല്ലിനെ ആർ ഡി തീറ്റ എന്ന് എഴുതാലോ. ദെൻ നിങ്ങൾക്ക് ആൻസർ ഇങ്ങനെ കിട്ടും, μ0I/4πr² ഇൻറ്റു ആർ ഡി തീറ്റ. ദെൻ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ഇതാ കിട്ടാൻ പോകുന്നത്, μ0I/4πr ഇൻറ്റു φ. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ കറന്റ് ക്യാരിയിങ് വയർ ഇൻ ജനറൽ. ഇതൊന്നും ബോക്സിലിടണം, ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഈ φ എന്ന് പറയുന്നത് എന്തും തരാം. അത് കഴിഞ്ഞിട്ട് ഇത് ചോദിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഡയറക്ഷൻ. ഇതിൻ്റെ ഡയറക്ഷൻ മറ്റേതുപോലെയല്ല, മറ്റേതുപോലെ തന്നെ, ബട്ട് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഡയറക്ഷൻ ഒരു സർക്കുലർ കറന്റ് ക്യാരിയിങ് വയർ മൂലേ അതിൻ്റെ സെൻറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് അത് കണ്ടുപിടിക്കാനുള്ളത്
ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ളത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ തന്നെ സംഭവം. റൈറ്റ് ഹാൻഡ് എടുക്കുക, തമ്പ് എടുത്ത് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക, ബാക്കി ഫിംഗേഴ്സ് മടക്കി പിടിക്കുക. ദെൻ ഇവിടെ തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിനെയും കേൾ ഓഫ് ദ ഫിംഗർ റെപ്രസെന്റ് ചെയ്യുന്നത്, ഇവിടെ നമുക്ക് കറണ്ടിന്റെ ഡയറക്ഷൻ ഉണ്ടല്ലോ ഐ, കേൾ ഓഫ് ദ ഫിംഗർ റെപ്രസെന്റ് ചെയ്യുന്നത് കറണ്ടിനെ ആയിരിക്കും. ഓക്കെ, കഴിഞ്ഞ അവിടെ നേരെ തിരിച്ചായിരുന്നു. ഇവിടെ ഇങ്ങനെ എഴുതി വെക്കുക, തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിനെ, കേൾ ഓഫ് ദ ഫിംഗർ ഐനെ. ഇപ്പം ഈ പ്രോബ്ലത്തിൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആയിരുന്നു കണ്ടെത്തേണ്ടത്, നമ്മൾ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്തി. അതിനിപ്പോ ഡയറക്ഷൻ ഇപ്പൊ എങ്ങോട്ടാ കിട്ടുക? ഇൻ ടു ദ പ്ലെയിൻ ആണോ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണോ? സെന്ററിൽ. ഔട്ട് ഓഫ് ദ പ്ലെയിൻ. ഔട്ട് ഓഫ് ദ പ്ലെയിൻ. ഔട്ട് ഓഫ് ദ പ്ലെയിനെ ഞാൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഇങ്ങനെയല്ല ഔട്ട് ഓഫ് ദ പ്ലെയിൻ. അല്ല, എങ്ങനെ വേണമെങ്കിലും റെപ്രസെന്റ് ചെയ്യാം. ഒരു ഓക്കെ ഓക്കെ, ഇത് ഇൻ ടു ദ പ്ലെയിൻ ആണ് റെപ്രസെന്റേഷൻ, ഇത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ. ഒരു കുത്ത്, ഒരു വട്ടം, അങ്ങനെ അങ്ങനെ തന്നെ റെപ്രസെന്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഓക്കെ, നേരത്തെ എഴുതിയ അവിടെ ഡയറക്ഷന്റെ അവിടെ ഇങ്ങനെ എഴുതി വെക്കണേ, അത് എഴുതാം. ഇവിടെ തമ്പ് കരണ്ടും കേൾ ഓഫ് ദ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡുമാണ്. നേരെ തിരിഞ്ഞു വരും, അത്ര വ്യത്യാസമുള്ളൂ. ഓക്കെ, പിന്നെ ഒരു കാര്യം എഴുതാൻ മറന്നുപോയി. അതായത് ആ ലൈൻ സെഗ്മെന്റിന്റെ കേസ് തന്നെയായിരുന്നു. ആ ലൈൻ സെഗ്മെന്റിന്റെ കേസിൽ നിങ്ങൾ സൈഡിൽ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടാക്കി എഴുതിയാൽ മതി. ലൈൻ സെഗ്മെന്റിന്റെ കേസ് തന്നെ. നമുക്കൊരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്, ഇതിന്റെ ആക്സിസിൽ ഒരു പോയിന്റ്, ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് വാല്യൂ എന്തായിരിക്കും? ഇക്വേഷൻ അത് തന്നെ, ബി ഈക്വൽ ടു μ0/4π ഇൻറ്റു I/A സൈൻ ആൽഫ പ്ലസ് സൈൻ ബീറ്റ. ഇവിടെ സൈൻ ആൽഫയും സൈൻ ബീറ്റയും, ആൽഫയും ബീറ്റയും 0 ആയിരിക്കില്ലേ? ഇവിടെ നിങ്ങൾ ആൽഫയും ബീറ്റയൊക്കെ വരയ്ക്കാൻ നോക്കിയാൽ ഇതായിരിക്കും ആൽഫ, ഇതായിരിക്കും ബീറ്റ. ആൽഫയും ബീറ്റയും 0 0 എന്ന് കിട്ടും. ദെൻ മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. ഇതിനെ നമ്മൾ എഴുതുന്നത് മൂന്നാമത്തെ ആയിരുന്നു, ബി അലോങ് ദ ആക്സിസ്. ഒന്ന് എഴുതി വെക്കണേ, അലോങ് ദ ആക്സിസ്, ബി അലോങ് ദ ആക്സിസ്. ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു 0 വരുന്നു, അതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. മാഗ്നറ്റിക് ഫീൽഡ് ബയോട്ട് സവാർട്ട്സ് ലോ പഠിച്ചു, അതിന്റെ രണ്ട് ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ലൈൻ സെഗ്മെന്റ്, സ്ട്രെയിറ്റ് ലൈൻ, പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ വയർ. ഇത്തരം കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. അതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നതിലും ഡൗട്ട് ഇല്ലല്ലോ. രണ്ടിനും റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ്. ഒരെണ്ണത്തിന് തമ്പ് കറണ്ട് കാണിച്ചാൽ അടുത്തതിനും തമ്പ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതാണ് സിറ്റുവേഷൻ. ഇതൊരു സെമി സർക്കിൾ ആണ്, സെമി സർക്കിൾ. ഇതാണ് സിറ്റുവേഷൻ, ഇതാണ് പോയിന്റ് പി. ചോദ്യം ഇതാണ്, ഓക്കെ, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ, ഇതിന്റെ ലെങ്ത് അങ്ങോട്ട് ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണ്, ഇവിടെ ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണ്. വേറെ സാധനങ്ങളൊന്നും വേണ്ടല്ലോ, വേണ്ട. ഫൈൻഡ്
B at P. പ്രോബ്ലം എങ്ങനെ ചെയ്യും? ആഷിഖ് നോക്കുന്ന ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യും? ഇവിടെ ഹെമിസ്ഫിയർ ആ സർക്കിൾ മാത്രം കൺസിഡർ ചെയ്താൽ മതിയാവോ? എന്നുവെച്ചാ ഒരു ഇതായിട്ട് പറ, നമ്മൾ എന്താ ചെയ്യുന്നേ? നമുക്കറിയാം നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുമെന്ന് അറിയാം. അപ്പൊ നമുക്ക് ഇതിനെ 3 തിരിക്കാം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഫസ്റ്റ് മൂലം മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? ഫസ്റ്റ് സെഗ്മെന്റ് മൂലം അത് 0 ആയിരിക്കും. 0 ആയിരിക്കും, കാരണം ആക്സിസിലാണ്. അതേപോലെ അങ്ങനെ എഴുതി വെച്ചോട്ടോ, എലോങ് ദ ആക്സിസ്. തേർഡ് മൂലവും 0 ആയിരിക്കും, സെയിം റീസൺ. സെക്കൻഡ് മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡോ ഒരു സെമി സർക്കിളിന്റെ സെന്ററിൽ. ഇക്വേഷൻ ഒന്ന് പറഞ്ഞാൽ മതി, ഓർത്ത് പറ. μ0 I/, ഇതിന്റെ റേഡിയസ് തരാം, ക്യാപിറ്റൽ R ആണ് റേഡിയസ്, 4πr × φ. φ എന്ന് പറയുന്നത് π/2 ആണ്. അല്ലല്ലോ, φ എന്തായിരുന്നു? ആംഗിള് π ആണ്. φ എന്ന് പറയുന്ന ആംഗിൾ. അപ്പൊ നിങ്ങൾക്ക് μ0 I/4r എന്ന് കിട്ടാം. ഡയറക്ഷൻ ഇൻടു ദ പ്ലെയിൻ ആണോ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണോ? ഇൻടു ദ പ്ലെയിൻ. സർക്കിളാണ്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്. കേൾ ഓഫ് ദ ഫിംഗർ റെപ്രസെന്റ്സ് ദ കറണ്ട്. അപ്പൊ ഇങ്ങനെ കേൾ ഓഫ് ദ ഫിംഗർ റെപ്രസെന്റ്സ് ദ കറണ്ട്. ദെൻ വെച്ച് നോക്കുമ്പോൾ ഇൻടു ദ പ്ലെയിൻ ആയിരിക്കും. ഓക്കെ, ഇതാണ് ആൻസർ. ആയിക്കോ. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു ഇൻഫിനിറ്റിയിൽ നിന്നൊരു ലൈൻ സെഗ്മെന്റ് വരുന്നു. കറണ്ടിന്റെ ഡയറക്ഷൻ ഇതാണ്. പിന്നെ ഒരു സെമി സർക്കിള് പിന്നെ ഇങ്ങോട്ട് പോകുന്നു. സെമി സർക്കിളിന്റെ സെന്ററിൽ ഒരു പോയിന്റ് പി. ചോദ്യം ഇതാണ്, ഫൈൻഡ് ബി അറ്റ് പി. ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ എ μ0 I/4πr × 2 - π into the plane. Option B μ0 I/4πr × 2 + π out of the plane. Option C μ0 I/4πr × 2 - π out of the plane. Option D μ0 I/4πr × 2 + π into the plane. ചെയ്തിട്ട് ആൻസർ ഒന്ന് വേഗം പറ.
ഞാൻ ഇത് ചെയ്തു തരണ്ടല്ലോ, ചെയ്തു തരണമെങ്കിൽ പറയട്ടോ. പോളിനർ മൈക്കൊന്ന് നടക്കോ? ആ സർ. ആൻസർ കിട്ടിയോ? ഇല്ല, ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെയാ ചെയ്യുന്നത്? നമ്മൾ ഇതിനെ മൂന്നാക്കി തിരിക്കും. 1 2 3. 1 മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ എങ്ങനെയാ? ആൻസർ μ0/4πI/r ആണോ? 0/4. സോറി, ഇവിടെ ഡിസ്റ്റൻസ് വന്നില്ല. ഓക്കെ, ഇത് 6. ഓക്കെ, I/r 0/4πI/r. കഴിഞ്ഞോ? സൈൻ ആൽഫ പ്ലസ് സൈൻ ബീറ്റ എന്താ അത് കൊടുത്തത്? അത് അല്ല, ആൽഫയും ബീറ്റ എന്താ കൊടുത്തതെന്ന് പറഞ്ഞാൽ മതി. സൈൻ ആൽഫ പ്ലസ് സൈൻ ബീറ്റ. ഇതല്ലേ നമ്മളുടെ ലൈൻ സെഗ്മെന്റ് പോലുള്ള ഇക്വേഷൻ. അതെ, ഞാൻ അങ്ങനെയല്ല ചെയ്തത്. ഞാൻ ആ 2 ലൈൻ ഒരുമിച്ചെടുത്ത് ചെയ്തത്. ഈ രണ്ട് ലൈൻ ഒരുമിച്ച് എടുത്തോ? അപ്പോൾ അത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയില്ലേ? പക്ഷെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 കൊണ്ട് എന്തിനെ മൾട്ടിപ്ലൈ ചെയ്യണം? μ0/4πI/r. അതെങ്ങനെ വന്നു എന്നാണ് എന്റെ ചോദ്യം. μ0/4πI/r എങ്ങനെ വന്നു? സംഭവം കറക്റ്റ് ആണ്, പക്ഷെ അത് എങ്ങനെ വന്നു എന്നാണ് ചോദ്യം. എന്ത് μ0/4πI/r ഇങ്ങനെ വന്നല്ലോ. ആ അത് നമ്മൾ നേരത്തെ സ്ക്വയറിൽ നിന്ന് എടുത്തു. നമ്മൾ സ്ക്വയർ ചെയ്തില്ലേ? അതൊക്കെ എനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, ഓക്കെ ഓക്കെ മൈക്കോ ഹയ്യോ, എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ബട്ട് ഇവിടെ ഞാൻ ചെയ്യുന്നത്, ഞാൻ ഈ ഫസ്റ്റ് സെഗ്മെന്റ് എടുത്തു. ഈ ഫസ്റ്റ് സെഗ്മെന്റ് ഇതാണ് നമ്മളുടെ ഒരു ലൈൻ സെഗ്മെന്റ് മൂലമുള്ള ഇക്വേഷൻ. ഇതാ എൻഡ് ആണ്, ഫസ്റ്റ് ലൈൻ സെഗ്മെന്റിന്റെ എൻഡില്. അപ്പൊ ഒരാംഗിൾ 90 ഡിഗ്രിയും ഒരാംഗിൾ 0 ഡിഗ്രിയും വരും. അങ്ങനെ നമുക്ക് μ0I/4πr എന്ന് കിട്ടും. ദെൻ ബി ടു അവിടെ കിടക്കട്ടെ. B3. ഓക്കെ, അതിനു മുമ്പ് B1 മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പറയണം. ലൈൻ സെഗ്മെന്റ് ആണ്. തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് കറണ്ടിന്റെ ഡയറക്ഷൻ ആണ്. കേൾ ഓഫ് ദ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പൊ പിന്നെ ഈ പോയിന്റിൽ എവിടെയായിരിക്കും? ഇൻടു ദ പ്ലെയിൻ ആയിരിക്കില്ലേ? ഇൻടു ദ പ്ലെയിൻ. ഓക്കെ, ഇനി B3യും ലൈൻ സെഗ്മെന്റ് തന്നെയാണ്. ഒരാംഗിൾ 0 ഡിഗ്രിയും ഒരാംഗിൾ 90 ഡിഗ്രിയും. അപ്പോൾ സെയിം ആൻസർ തന്നെ കിട്ടും, μ0I/4πr. അതിന്റെ ഡയറക്ഷൻ കണ്ടെത്തണം. തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് കറണ്ടും കേള് മാഗ്നറ്റിക് ഫീൽഡും.
അപ്പം ഈ സെന്ററിലെ ഈ പോയിന്റിൽ അതും ഇൻറ്റു ദ പ്ലെയിൻ തന്നെ ആയിരിക്കും. അതും ഇൻറ്റു ദ പ്ലെയിൻ തന്നെ ആയിരിക്കും. ഇനി B1, ഇനി B2 കണ്ടെത്തണം. ദെൻ B2 കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കുമല്ലോ. അതിന്റെ ഇക്വേഷൻ μ0I/4πr ഇൻറ്റു ഫൈ എന്ന് പറയുന്നത് ഇവിടെ പൈ ആണ്. ഓക്കെ, പൈയും കട്ട് ചെയ്ത് പോയി. ഡയറക്ഷൻ എങ്ങോട്ട് വരും? ഔട്ട് ഓഫ് ദ പ്ലെയിൻ വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇത് ടോട്ടലി ആഡ് ചെയ്യണം. ഇത് നമ്മൾ ടോട്ടലി ആഡ് ചെയ്യണമെങ്കിൽ രണ്ട് ഡയറക്ഷൻ ആണ്. ഒരു ഡയറക്ഷൻ മറ്റേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഈക്വൽ ടു മൈനസ് ഓഫ് ഇൻറ്റു ദ പ്ലെയിൻ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഈ ഡയറക്ഷനെ വേണമെങ്കിൽ മൈനസ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ എന്ന് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ കൺവേർട്ട് ചെയ്താൽ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് കിട്ടും? μ0I/4πr ഇൻറ്റു ദ പ്ലെയിൻ പ്ലസ് μ0I/4πr ഇൻറ്റു ദ പ്ലെയിൻ മൈനസ് μ0I/4πr, അവിടെ പൈ ഇല്ലല്ലോ അല്ലേ, ഞാൻ ആ പൈ കട്ട് ചെയ്ത് കളയുന്നില്ല, 4πr ഇൻറ്റു പൈ, ആ പൈയുടെ കിടന്നോട്ടെ, ഇൻറ്റു ദ പ്ലെയിൻ. ദെൻ ഇതിൽ നിന്ന് μ0I/4πr കോമൺ ആയിട്ട് പുറത്തെടുത്തു, μ0I/4πr. ദെൻ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 2 മൈനസ് പൈ ഇൻറ്റു ദ പ്ലെയിൻ കിട്ടി. അതിൻ്റെ ആൻസർ ഉണ്ട് ഓപ്ഷനെ. ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഇത് മാത്രം ശ്രദ്ധിക്കുക, നമുക്ക് ഒരു ഡയറക്ഷനെ നെഗറ്റീവ് ഓഫ് അടുത്ത ഡയറക്ഷൻ എഴുതാം. ഇനി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ആൻസർ കിട്ടിയത്, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയത് ഇങ്ങനെയാണെന്ന് വെച്ചാൽ, ഓക്കെ, μ0I/4πr ഇൻറ്റു 5 മൈനസ് 2 ഔട്ട് ഓഫ് ദ പ്ലെയിൻ എന്നാ കിട്ടിയെന്ന് വിചാരിക്കുക. 5 മൈനസ് 2 ഔട്ട് ഓഫ് ദ പ്ലെയിൻ. ഈ സെയിം ആൻസർ തന്നെ ഇത്. അങ്ങനെ നിങ്ങളൊന്നും ചെയ്യാനില്ല. ഈ ഔട്ട് ഓഫ് ദ പ്ലെയിനെ നെഗറ്റീവ് ഓഫ് ഇൻറ്റു ദ പ്ലെയിൻ കൺവേർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു നെഗറ്റീവ് ആദ്യം വരും, μ0I/4πR ഇൻറ്റു 5 മൈനസ് 2. ഈ നെഗറ്റീവിനെ ഈ ബ്രാക്കറ്റിന്റെ അകത്തേക്ക് എടുത്താൽ സെയിം ആൻസർ കിട്ടും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, എന്നാൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നമ്മളിന്നും 2 കാര്യങ്ങളാണ് പഠിച്ചത്, ബയോ-സാവാർട്ട്സ് ലോയും അതിൻ്റെ 2 ആപ്ലിക്കേഷൻസും. ഓക്കെ, ഡൗട്ട് ഉള്ളവർ നിന്നാൽ മതി, അല്ലാത്തവർക്ക് ലീവ് ചെയ്യാം. താങ്ക് യു. ഒരു വർക്ക്ഷീറ്റ് വന്നേക്കാം കേട്ടോ നാളത്തേക്ക്. അതിനെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?